ഇങ്ങോട്ട് നോക്കിയേ. ജി ജെ മോഗ്ലിയുടെ മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്ന് അറിയാമോ? ചൂണ്ടിടാൻ വന്നതാണേ. നമ്മുടെ കയ്യിൽ കാണിച്ചു തരാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ആദ്യം പറയണ സമയം കളയില്ലാത്ത ആൾക്കാരൊന്നും കാണാൻ നിൽക്കല്ലേ. അവസാനം എന്നെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. വീഡിയോയിൽ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചു പിള്ളേരുണ്ടാവും, സമയമുള്ള കാണാൻ സമയമുള്ള കൊച്ചു പിള്ളേർ, അവർക്ക് കണ്ടിട്ട് മതി. കൊച്ചു പിള്ളേരുണ്ടാവും. മീൻ പിടുത്തമൊക്കെ കൊച്ചു പിള്ളേർക്ക് ഇഷ്ടമുള്ളതേ. അതായത് നീരാളി ഒരു നീരാളി ഇത് നമ്മൾ വാങ്ങിയ നീരാളി. അത് സ്റ്റിക്കിൽ വെച്ചാൽ കിടക്കട്ടെ. വേറെ സാധനം കാണിച്ചു തരാം. കുറേ പേർക്ക് അറിഞ്ഞൂടാ നമ്മുടെ ചൂണ്ടയുടെ കിറ്റിനകത്ത് എന്താണ് ഉള്ളതെന്ന്. ഇതെന്താണെന്ന് അറിയുമോ? ബ്രെഡല്ല, ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ എൻ്റെ നീരാളി. അതായത് ഇത് മറ്റേ സംഭവമാണ്, എന്തോന്ന്, മറ്റേ ലവ് ബേഡ്സിൻ്റെ കൂടുതലടിക്കുന്ന വലയില്ലേ, വല. ആ വലയെ അടിച്ച് ചപ്പി ഇങ്ങനെ കാണുന്നുണ്ടോ? ആ ഒരു രീതിക്ക് എടുത്ത അതിൽ മൊത്തം ചൂണ്ടയാണ്. അതായത് ഒരു സൈഡിൽ ചൂണ്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാവ് തേച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. നമ്മൾ വെള്ളത്തിനകത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്ന മീനുകൾ ഇതിൽ ഉടക്കും. ഇതിന് ബാക്കി കെട്ടാറുണ്ട്, സാറേ പിന്നെ കാണിച്ചു തരാം. ഇതും എൻ്റെ സ്വന്തം നീരാളി. ഇത് ഞാൻ ഉണ്ടാക്കിയ നീരാളി. ഇത് കെട്ട് കമ്പിയകത്ത് ചുറ്റിയിട്ട് പുറത്ത് കുറേ ചൂണ്ട കെട്ടിയെടുത്ത ഒരു സംഭവമാണ്. ഗോതമ്പ് പൊടി, മൈദപ്പൊടി, കാലിത്തീറ്റല്ലേ, അതുകൂടെ മിക്സ് ആക്കിയ ഇവിടെ നിന്ന് മീനിനെ പിടിച്ചിട്ട് നമ്മൾ പോകുള്ളൂ. അത് വേറെ കാര്യം. അടുത്ത നമ്മുടെ സ്ഥിരം ആയുധമാണ് ഇതാണ് നമ്മുടെ മെയിൻ ചൂണ്ട. ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന ചൂണ്ട ഇതാണ്. എനിക്ക് തോന്നുന്നു 16-ൻ്റെയോ 18 ആണെന്ന് തോന്നുന്നു. ചൂണ്ട 16 തോന്നുന്നു. സൈസ് 16 തോന്നുന്നു. ഈയക്കട്ടയുണ്ട്, ഈയക്കട്ട നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ അടുത്ത് കളയാം. അപ്പോൾ നമ്മളിവിടുന്ന് പ്രധാനമായിട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് കാർപ്പാണ്. ഗ്രാസ് കാർപ്പിനാണ് സൈസ് ഉള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് രോഹു ആയിരിക്കും, മനസ്സിലായില്ലേ? രോഹുവിൻ്റെയോ ഗോൾഡിൻ്റെയോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നീരാളി നമുക്ക് സെറ്റ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച ഇട്ട ഗോതമ്പ് മാവ് അകത്തിരിക്കുന്നു. ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലേ അറിയാത്തവരൊന്നും ഈ പണിക്ക് നിൽക്കില്ല. അറിയാത്തവരെന്നല്ല, അശ്രദ്ധയായിട്ടുള്ളവരൊന്നും ഈ പണിക്ക് നിൽക്കല്ലോ. കുത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഓപ്പറേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യാനുള്ള സംഭവമാണ് നീരാളി. നീരാളി എന്ന് പറഞ്ഞാൽ ചൂണ്ടയാണ്, മനസ്സിലായില്ലേ? അറിയാത്തവരൊക്കെ കാണും. അതുകൊണ്ട് ഇതുപോലെ ചൂണ്ട എടുത്തിട്ട് ആ തീറ്റയ്ക്കകത്ത് അങ്ങ് ഇറക്കി വയ്ക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഹുക്ക് മേളിൽ വരുന്ന രീതിയിൽ ഇതിനകത്തോട്ടങ്ങ് ഇറക്കി വയ്ക്കും. വലിയ ആഴത്തിലൊന്നും പോകണ്ട, ചെറുതായിട്ട് ഇറക്കി വയ്ക്കും. അതുപോലെ തന്നെ തീറ്റയില്ല, നമ്മൾ മിക്സ് ചെയ്യുന്ന തീറ്റ ഒരുപാട് മൈദപ്പൊടി ആവാനും പാടില്ല. ഒരുപാട് മൈദപ്പൊടി ആയിക്കഴിഞ്ഞാൽ മീൻ കടിച്ച് പറിക്കുന്ന സമയത്ത് ഇത് ഇളകി വരില്ല, മനസ്സിലായില്ലേ? നമുക്ക് പെട്ടെന്ന് ഇളകി വരണം. മീൻ കടിക്കുമ്പോൾ തന്നെ ഇത് മാഭാഗത്ത് നിന്ന് ഇളകി വരണം. അത് മൈദ കൂടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഇളകി വരില്ല. അതുകൊണ്ടാണ് ഗോതമ്പ് കൂടി മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. മൈദയും ഗോതമ്പും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തീറ്റയായിട്ട് കുഴച്ചെടുക്കുന്നത്. കുറച്ച് എസൻസ് ഇല്ല, നമ്മളെ പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ മീൻ അറിയും എവിടെ നിന്ന് കഴിഞ്ഞാൽ. മീൻ ആറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഡാമിനകത്തോ ആറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മീൻ അറിഞ്ഞു വന്ന് എടുക്കും. അതിൻ്റെ സ്മെല്ല് കാരണം മീൻ പെട്ടെന്ന് അവിടെ എത്തും. ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ മീനുള്ള ഭാഗത്തോ ഇല്ലാത്ത ഭാഗത്തോ എറിഞ്ഞിടണം. ഉള്ള ഭാഗത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മീൻ കിട്ടും, ഇല്ലാത്ത ഭാഗത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. അപ്പോൾ ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ചൂണ്ടയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഇതിൽ. ആ ചൂണ്ടയുടെ വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കണം. അപ്പോൾ അത് കടിക്കുന്ന സമയത്ത് അതിൽ കടിയിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇതിൽ മുന്നേ മീൻ പിടിച്ചിട്ടുണ്ടോയെന്ന്. ഞാൻ ഉണ്ടാക്കിയ സാധനത്തിൽ മുന്നേ മീൻ പിടിച്ചിട്ടുണ്ടോയെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. ആ സംശയത്തിനോട് പ്രസക്തിയില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. കടക്ക് പുറത്ത് നമ്മളിതിൽ 80-60 അത് സാൻഡ് പേപ്പറിൻ്റെ അളവല്ലേ. നമ്മളിതിലെ ചെറിയ കങ്കൂസില്ലേ, ഏറ്റവും ചെറിയ കങ്കൂസാണ് കെട്ടിയിടുന്നത്. മീൻ പിടിച്ചു കഴിഞ്ഞാൽ അധിക ദൂരം ഒന്നും കൊണ്ടുപോകില്ല, കാരണം ഇത് നല്ല വെയിറ്റ് ഉണ്ട്. പിടിച്ച് അവിടെ തന്നെ കിടക്കുള്ളൂ. ജസ്റ്റ് നനക്കുക മാത്രമേ ചെയ്യുള്ളൂ. സ്വന്തം നീരാളി കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര വർക്കാണ്. അപ്പോൾ ഇതിലും മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. മനസ്സിൽ ഇങ്ങനെ ചോദ്യം വരും, ഇതിലും മുമ്പേ മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന്.
ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, മനസ്സിലായില്ലേ? ഇന്ന് കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയാൽ നിങ്ങൾ. ചെങ്കണ്ണിൻ്റെ കൊലയാണ്. കിട്ടിയില്ലെങ്കിൽ എൻ്റെ പേരറിയാമോ? ഞാൻ നിന്നെ കൊണ്ട് മീൻ പിടിക്കാൻ പോയിട്ട് എവിടെയെങ്കിലും കിട്ടാതിരുന്നിട്ടുണ്ടോ? അത് ഞാൻ പറയണോ അതോ നീ തന്നെ പറയൂ? മാവ് കുറച്ചേ ഉള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിലേ നിറയെ അങ്ങ് ഒത്തി വയ്ക്കായിരുന്നു. മീൻ അറുമാതിക്കട്ടായിരുന്നു, കുറേ മീനുകളെ കഴിക്കട്ടായിരുന്നു. ആ ചുമ്മാ ഇപ്പൊ വന്നേ ഉള്ളൂ, കൊരുത്തോണ്ടിരിക്കണേ ഉള്ളൂ. ആണാ? പൈസ കൊടുക്കണോ? പോയിരുന്നെങ്കിൽ പറയാറുണ്ട്. നമുക്ക് പോയിട്ട് ഓരോ നീരാളിയെ തിരഞ്ഞിട്ട് വരാം. ചെറുത് ആമ അവലും പൊരിയും കൊടുത്ത് വളർത്തണ മീനെന്ന്. അവൻ പാവം. പ്രായമായ മാമനെ നമ്മളൊന്നും പറയാൻ പാടില്ല. മാമൻ പാവം. ടാറ്റാ. ഈ കവർ കെട്ടുന്നത് എന്തെന്ന് അറിയാമോ? ഇങ്ങനെ കിടക്കും, മീൻ പിടിക്കുന്ന സമയത്ത് കവർ ഇങ്ങനെ അനങ്ങുന്ന സമയത്ത് നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ മീൻ അതിൽ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ മീനൊന്നും കാണില്ല. മാമൻ സച്ചി ഇല്ലേ? സച്ചിയുടെ അച്ഛൻ്റെ ചേട്ടൻ, അതാണ് വന്നത്. രാജമേശ്വരി, ആശാരി, രാജ ആശാരി. കമ്പ് കാണുമല്ലോ. എന്താ നിനക്ക്? ഞാൻ തന്നെ തെരുപ്പ് പോയി അമ്പലത്തിൽ കയറാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മെയിൻ സാധനമാണിത്. ഇതിലെന്തായാലും ഒരു മീൻ പിടിക്കും. ഇവിടെ പിടിക്കുമ്പോൾ കവർ അനങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ഒന്ന് എടുത്താൽ മതി, മനസ്സിലായില്ലേ? വാ. ചെറുത് വിചാരിക്കും ഇത് അവിടെ ഇരുന്നിട്ട് മുടി കെട്ടുന്നതാണെന്ന്. സംഭവം അതല്ല. തൊട്ട് മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെന്ന് വീണ് കുണ്ടി ഇവിടെ ഇടിച്ചിട്ട് അത് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നത്. വീട്ടിലോട്ട് പോയിട്ട് ഞാൻ അവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയെന്ന് വീട് വരെ പോയിട്ട് തിരിച്ചു വന്നത് അവള്. അന്ന് അവിടെ വന്ന് വീണ് വീഴാൻ വേണ്ടി മാത്രം വീട്ടിൽ പോയിട്ട് വന്നത്. Hey!
മുഖം കാണിച്ച് കുഞ്ഞമ്മയ്ക്ക് എന്നെ അറിയാമോ? മുഖം കാണിക്കണം. ഓക്കെ. നീരാളിയേ എവിടെടാ മീനെവിടെ? നീരാളി ചതിച്ച് മീനെവിടെ? കാണിക്കട്ടെ. കുറച്ചുകൂടി മാവ് നമ്മൾ കൊണ്ടുവന്നു. രണ്ടാമത് പോയിട്ട് ചിഞ്ചിനെ കൊണ്ട് കുറച്ച് മാവ് കൊണ്ടുവന്നു. മീനെവിടെ? കാണിച്ചു തരാം. നല്ല രസം കേട്ടോ. മഴയില്ലേ, ഒരു രക്ഷയില്ല. അമ്പൂ, ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്. നാളെ പനിച്ച് കുറച്ച്. എങ്ങനെയുണ്ട് മഴ? തണുപ്പുണ്ടാ? കുറച്ച് കഴിയുമ്പോൾ പറയാൻ പറ്റില്ല, സമയമായില്ല. അപ്പോഴേ കിട്ടിയേട്ടാ. എന്നിട്ടേ കിട്ടുന്നുണ്ടോ? 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 രോഹു ചെറുത് 1/2 കിലോ. ഇല്ല, 1/2 കിലോ ആയിരിക്കും. ഇല്ല, 1/2 കിലോ അടുപ്പിച്ചുള്ള ഒരെണ്ണം. രണ്ടാമത്തെ രോഗം മറ്റേക്കാളും കുറച്ചുകൂടെ ചെറുത്. അതായത് നമ്മൾ വാങ്ങിയ ഇതില്ലേ, അതിലാണ് പിടിച്ചത്. ഞാൻ ഉണ്ടാക്കിയ ചൂണ്ടല്ലേ, അതൊക്കെ മരപ്പായ ചൂണ്ടാണ്, അതിലൊന്നും പിടിക്കുന്നില്ല. ഇതേ മാവിൻ്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ചൂണ്ടെല്ലാം കവറാകാൻ വേണ്ടി മാത്രം ഇതേപോലെ ഇട്ടിട്ട് ഇടാൻ വേണ്ടി പോകണം. നീരാളി ചൂണ്ട ഭയങ്കര ഡേഞ്ചർ സംഭവമാണ്. അപ്പോൾ ഇതിനെ നമ്മളെ കൊണ്ട് തിരിച്ച് അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയാലും തിരിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇത് എറിയാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായില്ലേ? അതായത് വലിയ വലിയ ആറുകളിലൊന്നും കുഴപ്പം കാണില്ല. പക്ഷേ ആൾക്കാരൊക്കെ എപ്പോഴും ഇറങ്ങി കിടക്കുന്ന സ്ഥലമില്ലേ, ചെറിയ കുളങ്ങൾ, ചെറിയ ആറ്, ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ, പശുക്കളെ മേയ്ക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇത് വെള്ളം കയറുന്ന സമയത്ത് നമ്മളിത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ കിടക്കും. മനസ്സിലല്ലേ? നീരാളി ചൂണ്ടയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും അതിനകത്ത് ഇറങ്ങി, വെള്ളത്തിനകത്ത് ഇറങ്ങി, ആറ്റിനകത്ത് തോട്ടിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിൽ കൊരുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. മനസ്സിലല്ലേ? നീന്താൻ വേണ്ടി ചാടുന്ന സമയത്ത് ദേഹത്തൊക്കെ ഉടക്കി കഴിഞ്ഞാൽ, മുഖത്തോ കണ്ണിലൊക്കെ ഉടക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സംഭവമാണ്. അപ്പോൾ ഇത് അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റണം. നമ്മളെ കയ്യിൽ നിന്ന്
സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിനെ ഇറങ്ങി കൃത്യമായിട്ട് എടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാവൂ. മനസ്സിലായില്ലേ? മാക്സിമം കാസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റും. പൊട്ടിപ്പോയാലും എവിടെയാണോ പൊട്ടിപ്പോയത് അവിടെ നമുക്ക് ഇറങ്ങി കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. വലിയ ആഴങ്ങളോട്ടൊന്നും എറിയുന്നില്ല, അറ്റത്ത് സൈഡിൽ മാത്രമേ എറിയുന്നുള്ളൂ. നടുക്കോട്ടൊന്നും അങ്ങനെ എറിയാൻ നിൽക്കുന്നില്ല. നമുക്ക് ഇറങ്ങിപ്പോൾ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമാണ് കാസ്റ്റ് ചെയ്യുന്നത്. ചെറിയ രോഗം കൊച്ചു. അടിപൊളി മഴ. ഞാൻ ചൂണ്ടിടുന്ന ഈ ഒരു സ്ഥലം ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് ചൂണ്ടിടാൻ വരണ്ട. മനസ്സിലായില്ലേ? ഈ സ്ഥലം അറിയാന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ, പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങോട്ട് ചൂണ്ടിടാൻ വരണ്ട. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞാണ്. അതുകൊണ്ട് ചുറ്റുപാടുള്ളവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് വലിയ പിടിയില്ലാത്ത ആൾക്കാർക്ക് ചൂണ്ടിടാൻ ഇങ്ങോട്ട് വരണ്ട. സ്ഥലം അറിയാന്നുള്ളവർ ഇങ്ങോട്ട് വരണ്ട, ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വരണ്ട. വേറെ പല പ്രശ്നങ്ങളുണ്ട്. നനഞ്ഞ് കുതിർന്ന് തിണ്ടു. ആ കാണുന്ന ചവറില്ലേ, ആ കാണുന്ന ചവറല്ല നമ്മൾ കൊണ്ടുപോകും. മനസ്സിലല്ലേ? അതെല്ലാം നമ്മൾ കൊണ്ടുവന്നതാണ്. ആ കാണുന്ന കവറല്ല നമ്മൾ കൊണ്ടുവന്നതാണ്. അതെല്ലാം അതുപോലെ വാരിക്കൊണ്ട് പോകും. ഒന്നും ഇവിടെ ഇട്ടിട്ട് പോകില്ല. ഒമ്പോ പൊക്കയിൽ വേണേ. എങ്ങനെയുണ്ട് മഴ? അയ്യോ, ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ ഇത്രയും മൈദയും കൂടെ ഉണ്ട്. നമ്മൾ അവസാനത്തെ ഒരുപ്പാണ് ഇടാൻ വേണ്ടി പോകുന്നത്. അത് കൂടി ഇട്ടിട്ട് നിർത്താം. മനസ്സിലായി? നനഞ്ഞ് കുതിർന്നു പോയി, കിട്ടൂല, കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പരിപാടി മതി. അതല്ലേ സ്റ്റിക്കിൽ കാസ്റ്റ് ചെയ്യേണ്ട പ്രത്യേക ശ്രദ്ധയ്ക്ക്. എറിഞ്ഞിട്ട് തിരിച്ച് വലിക്കുമല്ല, തിരിച്ച് വലിക്കുന്ന സമയത്ത് മീനില്ലാതെ ഈ ചൂണ്ടങ്ങി വരുമല്ല, കറക്കിൻ്റെ സമയത്ത് ഇത് പെട്ടെന്ന് വളരെ സ്പീഡിൽ വരും. വലിക്കുന്ന ആ ഒരു ഇതിൻ്റെ പുറത്ത് നമ്മൾ നല്ല സ്പീഡിൽ എത്തിയെടുക്കുന്ന സമയത്ത്, നമ്മുടെ അടുത്തെത്താറാകുന്ന സമയത്ത് തെറിച്ചിങ്ങി വരും. സ്റ്റിക്കിൽ കാസ്റ്റിന് കാര്യമാണ് പറഞ്ഞത്. നീരാളി ചൂണ്ട തെറിച്ചിങ്ങി വരും. ആ സമയത്ത് നമ്മുടെ കണ്ണിലോ മൂക്കിലോ കയ്യിലോ എവിടെ കൊണ്ടുകഴിഞ്ഞാലും കീറി അങ്ങ് പോകും. മനസ്സിലായില്ലേ? അത് ഭയങ്കര ഡേഞ്ചറാണ്. ശ്രദ്ധിക്കുക, ഭയങ്കരമായ രീതിയിൽ ശ്രദ്ധിക്കുക. ചെറിയ ശ്രദ്ധയൊന്നും പോലെ നമ്മൾ സാധാ ചൂണ്ട പോലെ അല്ലേ, ഭയങ്കര ഡേഞ്ചറാണ്. അത് മറന്നോവല്ലേ? വെറും ചൂണ്ട വരുന്ന സമയത്ത് അടിച്ചു പോകും, കണ്ണൊക്കെ അടിച്ചു പോകും.
അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കുന്നതും കഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പിടിക്കുന്നത് മാത്രമാണ് കാണാനായിട്ട് ആകാംക്ഷ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലുള്ള നമ്മുടെ മീൻ പിടുത്തം നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല, നമ്മുടെ എന്താ പരിപാടി നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല, നമ്മുടെ എന്താ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല, എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. ടാറ്റാ ടാറ്റാ ദ്രോഹി ടാറ്റാ. കാണാമല്ലോ.